കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ്. പൊന്നാനി, ഈശ്വരമംഗലം, നരിപ്പറമ്പ്, തവനൂർ, അയങ്കലം, ആലത്തിയൂർ, പുറത്തൂർ, മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ, ഉടൻ ഓർഡർ ചെയ്യും. പുറത്തൂരിൻ്റെ പ്രിയപ്പെട്ട അപ്പുട്ടിയേട്ടൻ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ബീച്ചിനോട് ചേർന്നുള്ള പൊതുശ്മശാനത്തിലെ കാറ്റിൽ അലിഞ്ഞു ചേർന്നു. പുറത്തൂരിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖം. ബാല്യകാലത്ത് എപ്പോഴോ സംഭവിച്ചു പോയ ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ സമൂഹത്തോട് പരാതിയോ പരിഭവങ്ങളോ ഏതുമില്ലാതെ ഒരു വ്യാഴവട്ടക്കാലം പുറത്തൂരിൻ്റെ തെരുവോരത്ത് ആർക്കും ശല്യമാകാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, നാട്ടിലെ കരുണയുള്ള മനസ്സുകൾ നൽകിയ നാണയത്തൊട്ടുകൾ കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്ത മനുഷ്യൻ. അപ്പുട്ടിയേട്ടൻ്റെ പരിതാപകരമായ അവസ്ഥ ഒരു വർഷം മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പുറത്തൂരിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെത്തുമ്പോൾ തീർത്തും അവശനായിരുന്നു ആ മനുഷ്യൻ. സാമൂഹിക പ്രവർത്തകരായ സാദിഖ്, രമേശ്, ഷാഫി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് രാമനാട്ടുകരയിലെ മിറാക്കിൾ അഭയാരണ്യ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അഭയാരണ്യത്തിലെ നന്മ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യസ്നേഹികളുടെ സ്നേഹപൂർണമായ പരിചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്ന അപ്പുട്ടിയേട്ടൻ്റെ തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തി തന്നെപ്പോലെ നിരവധി പേരുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹത്തെ ഇന്നലെ മരണം കവർന്നത്. മരണവാർത്തയറിഞ്ഞ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കെ ഉമ്മർ, സാമൂഹിക പ്രവർത്തകരായ സാദിഖ് ഏഴിപ്പാടം, രമേശ് കെ പി, നിളാവിഷൻ റിപ്പോർട്ടർ ഫിറോസ് എ പി എന്നിവരുടെ നേതൃത്വത്തിൽ മിറാക്കിൾ അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും കോഴിക്കോട് ബീച്ചിനോട് ചേർന്നുള്ള വെസ്റ്റ് ഹില്ലിലെ പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിന് ചിത ഒരുക്കുകയും ബന്ധുവായ തൃത്തല്ലൂർ സ്വദേശി സതി ദർശൻ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അപ്പുട്ടിയേട്ടൻ ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹം ബാക്കിയാക്കി പോകുന്ന ഓർമ്മകൾ പലർക്കും ചെറുതാകില്ല. പ്രായമായ മാതാപിതാക്കളെ തള്ളിപ്പറയുകയും അവരെ തെരുവിലേക്ക് തള്ളിവിടുമ്പോൾ ഈ നാട് ഏറെ ചർച്ച ചെയ്യേണ്ട, ഓർമ്മിക്കേണ്ട പേരുകൂടിയാണ് രാമനാട്ടുകരയിലെ മിറാക്കിൾ എന്ന ആരോരും ഇല്ലാത്തവരുടെ പ്രതീക്ഷയായ മിറാക്കിൾ സ്നേഹാലയം ഈ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. മുമ്പാണ് അപ്പുകുട്ടി എന്ന അച്ഛൻ നമ്മളെ മിറാക്കിൾ ഷെൽട്ടർ ഹോമിലേക്ക് എത്തുന്നത്. വരുന്ന സമയത്ത് വളരെ അവശനായിട്ടും കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയിലുമാണ് ഷെൽട്ടർ ഹോമിലേക്ക് എത്തുന്നത്. ഏകദേശം അദ്ദേഹം എത്തി 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ കണ്ണിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ചികിത്സാ രീതികളൊക്കെ നമ്മൾ ചെയ്തു. അതിന് ശേഷം അദ്ദേഹം നല്ല ആരോഗ്യവാനായിട്ട് തന്നെ ഷെൽട്ടർ ഹോമിൽ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം ആസ്വദിച്ച് വരികയായിരുന്നു. ഇന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. വളരെ വൈകിയ വേളയിലാണെങ്കിലും എല്ലാ നടപടികളും നമ്മൾ പൂർത്തിയാക്കി ഇന്ന് മിറാക്കിൾ ഷെൽട്ടർ ഹോമിൻ്റെ പ്രവർത്തകരും ഇന്ന് രാത്രി ഇവിടെ ശ്മശാനത്തിലാണുള്ളത്. എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഏകദേശം 25ഓളം കിടപ്പ് രോഗികളെ സംരക്ഷിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. ആരെയും നോക്കാനില്ലാതെ തെരുവിൽ ഉപേക്ഷിപ്പെട്ടു പോയ പ്രായം ചെന്ന കിടപ്പിലായ രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. കുറച്ച് യുവാക്കൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. മലപ്പുറം ജില്ലയിൽ കാലിക്കര യൂണിവേഴ്സിറ്റി അടുത്ത് കോഹിന്നൂർ എന്ന സ്ഥലത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കിടപ്പ് രോഗിയായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പബ്ലിക് ഫണ്ടാണ്. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളാണ് ഇത് നടത്തുന്നത്. അപ്പോൾ നമ്മളുടെ ചെറിയ വരുമാനം കൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഏകദേശം 10 പേരോളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിലവിൽ 25 പേരായതിൻ്റെ പ്രശ്നം കാരണം ഇപ്പം ആൾക്കാർ നോക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക് ഫണ്ടിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നിലവിൽ തന്നെ 8ഓളം പേഷ്യൻറ്റ് നമ്മളെ സേവനത്തിനായിട്ട് പുറത്ത് വെയിറ്റിംഗ് ആണ്. നമ്മുടെ സൗകര്യങ്ങളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പം ഓഫറേജ് കൺട്രോൾ ബോർഡ് നിയമപ്രകാരം ഒരു സ്ഥാപനം 3 വർഷമാണ് വാടക തിരുത്തിൽ അനുമതി കിട്ടുള്ളൂ. 2 വർഷം നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 1 വർഷത്തിനുള്ളിൽ സ്വന്തം ബിൽഡിങ്ങിലേക്ക് ഈ അച്ഛന്മാരെ മാറ്റണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിനുള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അച്ഛന്മാരെ നോക്കാനുള്ള റിക്വസ്റ്റ് പോലെ തന്നെ അമ്മമാർക്കും വേണ്ടി നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. ഒറ്റപ്പെട്ടുള്ള ഒരുപാട് അമ്മമാർ നമ്മളെ സമൂഹത്തിൽ ചുറ്റുമുണ്ട്. അത് നമുക്ക്
അവരെ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും നമ്മൾ തയ്യാറാണ്. പക്ഷേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടില്ല, അതിനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല. അതൊക്കെ നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും സുമനസ്സുകളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കുറച്ച് യുവാക്കൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആരെങ്കിലും വരട്ടെ. ഈ വീഡിയോ ഈ ചാനൽ ഈ വാർത്ത കാണുന്ന ആരെങ്കിലും നമ്മളുമായിട്ട് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അവിടെ പുറത്തൂരിൽ അവിടുത്തെ അങ്ങാടി ദീർഘകാലമായി കഴിഞ്ഞുകൂടിയിരുന്ന കുട്ടിയേട്ടൻ ഏതാണ്ട് 1 വർഷം മുമ്പാണ് വളരെ അവശനായ നിലയിൽ പുറത്തൂരങ്ങാടിയുടെ ഒരു ഓരത്ത് കിടക്കുന്ന അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തെ കുറച്ച് പേര് ചേർന്ന് ഞങ്ങൾ ആശുപത്രിയിലാക്കി. അവിടുന്ന് മെഡിക്കൽ കെയറൊക്കെ നൽകിയതിന് ശേഷം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പല കെയർ ഹോമുകളും അന്വേഷിച്ചതിൻ്റെ അവസാനമാണ് കോഹിനൂറിലുള്ള മിറാക്കിൾ ഷെൽട്ടർ ഹോമിലേക്ക് ഞങ്ങൾ ഒരു റിക്വസ്റ്റ് നൽകുന്നത്. കേട്ട ഉടനെ നിങ്ങൾ കൊണ്ടുവന്നോളൂ എന്നുള്ള അതിൻ്റെ ഭാരവാഹികളുടെ ഒരു അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചു. അതിനുശേഷം ആവശ്യമായ ചികിത്സയൊക്കെ നൽകി വളരെ ആരോഗ്യവാനായി. അതിലിടക്ക് അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഷെൽട്ടർ ഹോമിൽ സന്ദർശിച്ചിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോലും വീണ്ടെടുക്കുന്ന രീതിയിലേക്ക് ഞങ്ങളൊക്കെ തിരിച്ചറിയുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. നല്ല രീതിയിലേക്ക് അദ്ദേഹം ജീവിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് ഇന്നുണ്ടായ ഹൃദയാഘാതത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മരണപ്പെട്ടു. ഇന്നിപ്പോൾ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും പുറത്തൂരിലെ ഒരുപാട് കാലത്തൊരു നൊമ്പരമായി നമ്മളൊക്കെ കണ്ടിരുന്ന കുട്ടിയേട്ടൻ ഒരു ഓർമ്മയായി കഴിഞ്ഞിരിക്കും.